നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി യുവതിയുടെ പീഡന പരാതിയിൽ ട്രാവൽ ബ്ലോഗർ മല്ലു ട്രാവലർ എന്ന ഷാക്കിർ സുബ്ഹാനെതിരെ കേസ് കഴിഞ്ഞ ദിവസമാണ് എടുത്തത്. പരാതിയിൽ പറയുന്ന ദിവസം ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിലാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസ് അറിയിച്ചു. കൊച്ചിയിലെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷക്കീർ സുബ്ഹാനെതിരെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് സൗദി യുവതി. സൗദി യുവതിയുടെ രഹസ്യമൊഴി ശനിയാഴ്ച രേഖപ്പെടുത്തും. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2-ന് മുന്നിലാണ് മൊഴി കൊടുക്കുക. നിലവിൽ ബംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുകയാണ് യുവതി. അഭിമുഖത്തിനായി എത്തിയ സമയത്ത് ഷാക്കിർ സുബ്ഹാൻ പീഡിപ്പിച്ചുവെന്നാണ് സൗദി യുവതിയുടെ പരാതി. പരാതിക്കാരി സൗദി എംബസിക്കും മുംബൈയിലെ കോൺസുലേറ്റിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പ്രതിശ്രുത വരനെ കൊച്ചിയിലേക്ക് ക്ഷണിച്ചത് ഷാക്കിർ സുബ്ഹാനാണെന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. അഭിമുഖത്തിനിടെ യുവാവ് പുറത്തുപോയ സമയത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിൽ പ്രതിശ്രുത വരൻ പുറത്തേക്ക് പോയപ്പോഴാണ് ശാരീരികമായി ഷാക്കിർ തന്നെ ഉപദ്രവിച്ചത് എന്ന് യുവതി പരാതിയിൽ പറയുന്നു. ഷാക്കിർ സുബ്ഹാനെതിരെ ലൈംഗികാതിക്രമം, മർദ്ദനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. താൻ നിരപരാധിയാണെന്നും കെണിയിൽ കുടുക്കുകയായിരുന്നുവെന്നും ആരോപിച്ച് ഷാക്കിർ രംഗത്തെത്തിയിരുന്നു. അതിനാൽ ഷാക്കിറിന്റെ വാദവും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ആരംഭിച്ചവരിൽ സിനിമാ താരങ്ങളെക്കാൾ അധികം ഫോളോവേഴ്സും റീച്ചും കിട്ടിയ താരങ്ങളുണ്ട്. അത്തരമൊരു വ്ലോഗറാണ് മല്ലു ട്രാവലർ. ഇന്ത്യയിലും പുറത്തും യാത്രകൾ ചെയ്ത മല്ലു ട്രാവലർ അടിക്കടി തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും വീഡിയോയിൽ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു വീഡിയോയും അടുത്തിടെ വൻ വിവാദമായിരുന്നു. എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയ സങ്കടത്തിലാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിൽ ബ്രേക്കപ്പ് ആയപ്പോഴുള്ള വിഷമം പങ്കുവയ്ക്കവേ ഒരു പെൺകുട്ടി നോ പറഞ്ഞാൽ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല എന്ന് മല്ലു പരാമർശിക്കുകയുണ്ടായി. അതാണ് വിമർശകരെ പ്രകോപിപ്പിച്ചത്. മല്ലു ട്രാവലറെ പോലെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആൾ താൻ അവിഹിത ബന്ധത്തിലായിരുന്നു എന്ന് തുറന്നു പറഞ്ഞതിനെയും ചിലർ വിമർശിച്ചു. പിന്നീട് ആ വീഡിയോ മല്ലു ട്രാവലർ ഡിലീറ്റ് ചെയ്തു. തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഞാൻ എന്റെ ചാനലിലൂടെ കാണിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റുകൾ വന്നേക്കാം, കാരണം ഞാൻ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാറില്ല. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. സ്വകാര്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ കുറച്ച് വിഷമത്തിലായിരുന്നു. US വിസ കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കാനായിരുന്നു ആ വീഡിയോ. പക്ഷേ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ അറിയാതെ എന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ എല്ലാം പുറത്തു വന്നു. അപ്പോൾ ചില വാക്കുകൾ പറഞ്ഞത് തെറ്റായിപ്പോയി. തെറ്റാണ് എന്ന് മനസ്സിലായപ്പോൾ മണിക്കൂറുകൾക്കകം ഞാനത് സ്വയം ഡിലീറ്റ് ചെയ്തെന്നും ഷാക്കിർ സുബ്ഹാൻ പറഞ്ഞിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.